السلام عليكم ورحمة الله. Welcome back to my channel. مرحبا بكم يا أحبائي. كيف الحال? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ എന്താ പഠിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഇതുവരെ 3rd യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 4th യൂണിറ്റ് ആണ്. 4th യൂണിറ്റിന്റെ പേര് എല്ലാവർക്കും അറിയാമോ? അൽ വഹ്ദത്തുർ റാബിഅ, 4th യൂണിറ്റ്. ഈ യൂണിറ്റിൽ നമുക്ക് 3 പാഠമാണ് പഠിക്കാനുള്ളത്. അന ജാഹിസ, രണ്ടാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? സീറു സീറു. 3 ഹദീഖത്തു തിഫ്ലി. അങ്ങനെ നമുക്ക് 3 പാഠമാണ് പഠിക്കാനുള്ളത്. എങ്കിൽ നമുക്ക് നോക്കാം ഒന്നാമത്തെ പാഠത്തിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന്. എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കണേ. മാതാ തറൗന ഫീ ഹാദിഹി സൂറ. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഹുനാക ബൈത്തുൻ കബീറുൻ സുമ്മ സയ്യാറത്തുൻ. ബൈത്തുൻ എന്ന് വെച്ചാൽ എന്താണ്? വീട്. സയ്യാറത്തുൻ കാറ്. പിന്നെയോ, നിങ്ങൾ കാറിലൊക്കെ പോയിട്ടുണ്ടോ? നിങ്ങളെ വീട്ടിൽ കാറുണ്ടോ? എല്ലാവർക്കും കാറിലൊക്കെ പോകാൻ ഇഷ്ടമാണല്ലേ? എന്താണ് ഈ കാറിൻ്റെ കളറ്? ബ്ലൂ കളറാണല്ലേ? ബ്ലൂ അസ്റഖ്. പിന്നെ ചെറിയ റെഡ് കളറും ഉണ്ടല്ലേ? ഇനി ഇവർ എവിടേക്കോ പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. കാർ എന്താണ് പറയുന്നത്? അന ജാഹിസ, ഐ ആം റെഡി. അന ജാഹിസ, ഐ ആം റെഡി. കാറ് റെഡിയാണ്. ഇനി കാറിൽ പോകാനുള്ളവരാണ് റെഡിയാകേണ്ടത്. അവർ റെഡിയായെന്ന് നോക്കിയാലോ? ജാസിമും ലൈലയും 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. അവർ കുടുംബത്തോടൊപ്പം ഹദീഖത്തു തിഫ്ൽ, ചിൽഡ്രൻസ് പാർക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഫാമിലി ആയിട്ട് ചിൽഡ്രൻസ് പാർക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അതിനു വേണ്ടിയാണ് കാർ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ കാർ റെഡി ആയിട്ടുണ്ടല്ലേ? ആരൊക്കെയാണ് പോകുന്നത്? ജാസിമും ലൈലയും കുടുംബത്തോടൊപ്പമാണ് പോണത്. അന ജാഹിസ, കാർ എന്താണ് പറയുന്നത്? ഐ ആം റെഡി. ഇനി ആരാണ് കാറിൻ്റെ മുന്നിൽ നിൽക്കുന്നത്? ചിത്രം നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞേ. കാറിൻ്റെ മുൻപിൽ ഒരു കുട്ടി നിൽക്കുന്നുണ്ടല്ലേ? അവൻ എന്താണ് പറയുന്നത്? അബീ അബീ അസ്സയ്യാറത്തു ജാഹിസ. ആരാണ് ഈ കാറിന് മുൻപിൽ നിൽക്കുന്ന കുട്ടി? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ജാസിമാണല്ലേ? ജാസിമും കുടുംബവുമാണ് ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ജാസിം വേഗം മാറ്റി ഒരുങ്ങി മുന്നിൽ വന്ന് നിന്ന് പറയുകയാണ്, അബീ അബീ എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ. ഉപ്പ, അസ്സയ്യാറത്തു ജാഹിസ, ദ കാർ ഈസ് റെഡി. കാർ റെഡിയാണ്, നമുക്ക് പോകണ്ടേ എന്ന് പറഞ്ഞ് ജാസിം തിരക്ക് കൂട്ടുകയാണ്. നമുക്ക് എവിടെയും പോകാനുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആയിരിക്കില്ലേ? ജാസിമിന് പിന്നാലെ തന്നെ ആരാണ് വന്നത്? ലൈല വന്നിട്ടുണ്ടല്ലേ? എന്നിട്ട് ലൈല എന്താണ് പറയുന്നത്? ഉമ്മീ ഉമ്മീ സുർഅ സുർഅ. ഉമ്മ ഉമ്മ. ലൈല തിരക്ക് കൂട്ടുകയാണ്. സുർഅ, പെട്ടെന്നാക്കൂ പെട്ടെന്നാക്കൂ. സുർഅ എന്ന് വെച്ചാൽ സ്പീഡ് സ്പീഡ്, ഫാസ്റ്റ് ഫാസ്റ്റ് എന്ന് പറയാം. ലൈലയും ജാസിമും റെഡിയാണല്ലേ പോകാൻ. അപ്പം അവർക്ക് കാത്തു നിൽക്കാൻ ഒട്ടും ക്ഷമയില്ല. അങ്ങനെ അവർ ഉമ്മയും ഉപ്പയെയും വിളിച്ച് തിരക്ക് കൂട്ടുകയാണ് പോകണ്ടേ എന്ന് ചോദിച്ച്. കാർ എന്തായിരുന്നു ആദ്യം പറഞ്ഞത്? അന ജാഹിസ, ഐ ആം റെഡി. സുർഅ സുർഅ എന്ന് വെച്ചാൽ ഫാസ്റ്റ് ഫാസ്റ്റ്. ഇനി നിങ്ങൾ സ്കൂളിലേക്കൊക്കെ പോകാൻ വേണ്ടി മാറ്റി റെഡി ആയാൽ എന്താണ് പറയുക? അന ജാഹിസ്. ആൺകുട്ടികളാണെങ്കിൽ അന ജാഹിസ്, പെൺകുട്ടികളാണെങ്കിൽ അന ജാഹിസ. അങ്ങനെ പറയണം കേട്ടോ. ഇനി പാരൻസൊക്കെ തിരക്ക് കൂട്ടുമ്പോൾ നിങ്ങളെങ്ങനെയാണ് തിരക്ക് കൂട്ടി പറയുക? വേഗം നോക്കാൻ വേണ്ടി ഇങ്ങനെ പറയും, സുർഅ സുർഅ എന്ന് പറഞ്ഞു വേണം എല്ലാവരെയും തിരക്ക് കൂട്ടാൻ. അപ്പം നമ്മൾ 2 അറബി വാക്ക് പഠിച്ചല്ലേ? എല്ലാവരും ഈ ഭാഗം നന്നായി പഠിച്ച് മനസ്സിലാക്കണേ. അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ ഇൻഷാ അള്ളാ.